Yes, welcome back. നമ്മൾ 30 വരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 31 ഓൺവേർഡ്സ് ചെയ്യാം. The value of the determinant BC, CA, AB, A cube, B cube, C cube, 1 by A, 1 by B, 1 by C. എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാം, ഒരു വിഷമമില്ല. ഇത് ഇങ്ങനത്തെ ഡിറ്റർമിനൻ്റ് സൈക്ലിക്കായിട്ട് ടേംസ് മാറി വരുന്ന ഡിറ്റർമിനൻസ് വളരെ കോമൺ ആണ് കേട്ടോ. വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇവിടെ 1 by A, 1 by B, 1 by C ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ BC, CA, AB അതും കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഫസ്റ്റ് റോയിൽ നിന്ന് ABC പുറത്തേക്ക് എടുക്കാൻ പോവാം. ഫസ്റ്റ് റോയിൽ നിന്ന് ABC പുറത്തേക്ക് എടുത്താൽ എന്തായി നോക്കിയ സാധനം, ഫസ്റ്റ് റോ 1 by A ആയി, 1 by B ആയി മാറി, 1 by C ആയി മാറി. ഇത് A ക്യൂബ്, B ക്യൂബ്, C ക്യൂബ്, 1 by A, 1 by B, 1 by C. ഇപ്പം നോക്കിയേ, ഫസ്റ്റ് റോയും തേർഡ് റോയും എക്സാക്ട്ലി സെയിം ആയി, ഡിറ്റർമിനൻ്റ് വാല്യൂ 0 ആയി. ഓക്കെ, അപ്പം ഞാൻ ആൻസർ കീ ചെക്ക് ചെയ്യട്ടെ. ബൈ ദ വേ, ഇത് എവിടെ നിന്നാണ് നമുക്ക് ഈ ലോജിക്ക് കിട്ടണത്? അത് ഒബ്സർവേഷൻ ആണ്, അല്ലാണ്ട് ഇതിൽ വേറെ റൂളൊന്നുമില്ല. നന്നായി ശ്രദ്ധിക്കുക. ഈ 1 by A, 1 by B, 1 by C യും അതുപോലെ മറ്റേതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് സ്ട്രൈക്ക് ചെയ്യണം. ഓ, ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ, ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന് നോക്കാം നമ്മൾ. അപ്പോൾ ഇതിന് ABC, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ. ഈ റോയിനെ ABC കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഈ റോ വരുന്നതെന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് അഗെയിൻ ഇതൊക്കെ ജസ്റ്റ് ഒബ്സർവേഷൻ, അതിൽ കൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 31 ആൻസർ എലിഫൻ്റ് ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the matrix 1, 2, -1, -3, 4k, -4, 2, 6 is singular, then value of k is equal to. Singular എന്ന് പറഞ്ഞാൽ എന്താ? മാട്രിക്സ് സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനന്റ് is equal to 0. അപ്പോൾ ഡിറ്റർമിനന്റ് 1, 2, -1, -3, 4k, -4, 2, 6 is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യണം. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് കെ വാല്യൂ കണ്ടുപിടിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 1 × 24 - 2k -2 × -18 + 4k -1 × -6 + 8 is equal to 0. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 24 - 2k + 36 - 8k -2 is equal to 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എത്രയാണെന്ന് നോക്കി നോക്കിയേ. 24 - 2 ഇവിടെ 60. ഓ, നല്ല ആൻസർ അല്ലല്ലോ വരുന്നത്. എവിടെയും കാൽക്കുലേഷൻ തെറ്റിയോ? 1 × 24 - 2k -2 × -18 + 4k -1 × -6 + 8 അല്ല, ഇവിടെ വന്നത് തെറ്റിപ്പോയി കേട്ടോ. ഇവിടെ കറക്ഷൻ ഉണ്ട്. -6 + 60. അപ്പോൾ ഇവിടെ അത് വരാൻ പോണത് -10 എന്നാണ് വരാൻ പോകുന്നത്. -10. അപ്പോൾ -2k - 10k എന്ന് പറഞ്ഞാൽ -10k ആണ്. അപ്പോൾ 10k is equal to, ഇവിടെ എത്ര വരുന്നത്? 60 - 10 50. അപ്പോൾ k is equal to 5. k is equal to 5. k is equal to 5 ആണ് ആൻസർ. k is equal to 5 ആണ് ആൻസർ. 32 ആൻസർ C. 32 ആൻസർ C. യെസ്. ഇനി വേറെ ഒരു എളുപ്പവഴി പറയട്ടെ. ഞാൻ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. അത് എഗെയിൻ ഒബ്സർവേഷൻ ആണ്. ഇവിടെ ഫസ്റ്റ് റോയിലും സെക്കൻഡ് റോയിലും നമ്മൾ നോക്കുക, തേർഡ് റോയിലും. ഫസ്റ്റ് റോയും തേർഡ് റോയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അഗെയിൻ സെക്കൻഡ് റോ ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കാത്തതെന്ന് വെച്ചാൽ അതിൽ അൺനോൺ ക്വാണ്ടിറ്റീസ് ഉള്ളതാണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കി. ആഡ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ, ആഡ് ചെയ്ത് നോക്കുമ്പോൾ 1 - 4 -3 ഇവിടെ വന്നിരിക്കുന്നുണ്ട്, 2 + 2 ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കെ വാല്യൂ എന്തായി മതി? 5 ആയാൽ മതി. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തായിട്ടുണ്ടാവും? 0 ആയിട്ടുണ്ടാവും. യെസ്, മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്?
സെക്കൻഡ് റോയിനെ നമുക്ക് ഫസ്റ്റ് റോ പ്ലസ് തേർഡ് റോ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, സെക്കൻഡ് റോയിന് ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻറ്റ് 0 ആയി പോയില്ലേ. കാരണം എന്താ, നമുക്ക് R1 പ്ലസ് R2 R2 ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഏത് R2നെ എന്താക്കുക, R2 മൈനസ് R1 മൈനസ് R3 ചെയ്താൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ആ R2 0 ആയി പോയിട്ടുണ്ടാവും, ഫുള്ള് 0 0 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. യെസ്, അതാണ് അതിൻ്റെ ലോജിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഇവിടെ നോക്കിയേ, ഒരു മാട്രിക്സ്, അതിന് വേറൊരു മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്ത് മാട്രിക്സ്, അത് 3/2 ആണ് കേട്ടോ. ഇത് 3/2 ആണ്, ഇത് 2/2 ആണ്, ഇവിടെ 3/2 വന്നിട്ടുണ്ട്. എങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കണേ. അപ്പോൾ ഫുള്ള് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. ആൽഫ എന്ന് പറഞ്ഞത് എന്താണ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളമാണ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം വരുന്നത് എങ്ങനെയായിരിക്കും, ഇവിടുത്തെ സെക്കൻഡ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളത്തിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 4 ആണ് ആൽഫ വാല്യൂ വരിക. 4 × 1 + -5 × 0. പെട്ടെന്ന് 4 ആണ് കിട്ടി. നമുക്ക് നോക്കാം ആൻസർ 33. ആൻസർ ബോക്സ്. യെസ്, ബോക്സ്. കണ്ടോ, എല്ലാം 1 മിനിറ്റിൽ നിന്ന് താഴെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ് കുറേയൊക്കെ ഉള്ളത്. 34. A ഇൻവേഴ്സ് വന്നിട്ടുണ്ട് 1/11 -3 4 5 -3 then A is equal to. അപ്പോൾ ഇതിനുള്ള 2/2 മാട്രിക്സിൻ്റെ ഷോർട്ട് കട്ട് അറിയണം കേട്ടോ. 2/2 മാട്രിക്സിൻ്റെ ഷോർട്ട് കട്ട് അറിയണേ. 2/2 മാട്രിക്സിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ A is equal to ഇങ്ങനെ ABCD തന്നാൽ A ഇൻവേഴ്സ് നമുക്കറിയാം അഡ്ജോയിന്റ് ഓഫ് A ബൈ ഡിറ്റർമിനന്റ് ഓഫ് A ആണ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് AD - BC. അഡ്ജോയിന്റ് വരാൻ പോകുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചേ. ഈ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് സ്വാപ്പ് ചെയ്യുക, DA. മറ്റേത് എന്താക്കുക, നെഗറ്റീവ് ആക്കുക, -B - C. ക്ലിയർ അല്ലേ. A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/AD - BC. കണ്ടോ, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്തു, സ്വാപ്പ് ചെയ്തു. മറ്റേത് എന്തായി, മറ്റേത് നെഗറ്റീവ് ആക്കി. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ A ഇൻവേഴ്സ് വന്നിട്ടുണ്ട്. A എന്താന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. A ഇൻവേഴ്സ് വന്നിട്ടുണ്ട്. A കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വിഷമമില്ല, A കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പെട്ടെന്ന് നോക്കിയാൽ മതി, ഓപ്ഷൻ പെട്ടെന്ന് പരിശോധിച്ചാൽ മതി. ഏതോ ഓപ്ഷൻ എന്നുള്ളത് പെട്ടെന്ന് പരിശോധിച്ചാൽ മതി. ബൈ ദ വേ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഡിറ്റർമിനന്റ് AD - BC ആണ്. ഇവിടുത്തെ ഡിറ്റർമിനന്റും AD - BC ആണ് കേട്ടോ. AD - BC തന്നെയാണ് ഇവിടുത്തെ ഡിറ്റർമിനന്റും. അതായത് ഇത് ഈ കാര്യം ഓർത്ത് വെച്ചോളൂ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A എന്ന് പറഞ്ഞ സാധനം ഡിറ്റർമിനന്റ് ഓഫ് A raised to n - 1 ആയിരിക്കും. n ഇവിടെ 2 ആയതുകൊണ്ട് 2/2 മാട്രിക്സ് ആയതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് Aയും ഡിറ്റർമിനന്റ് ഓഫ് A എന്താണ്, സെയിം ആണ്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലായി, ഡിറ്റർമിനന്റ് വരുന്നത് 9 - 20 -11 ആണ് ഡിറ്റർമിനന്റ്. പക്ഷെ ഇവിടെ 1/11 എന്നാണ് പുറത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് മാറ്റി എഴുതിയാൽ പെട്ടെന്ന് പിടികിട്ടി. -11 ആണ് ശരിക്കുള്ള ഡിറ്റർമിനന്റ് കേട്ടോ. 1/-11 ടൈംസ് 3 - 4 പിന്നെന്താ -5 3 ആണ്. അപ്പോൾ ഇതാണ് അഡ്ജോയിന്റ് ഓഫ് A. -11 ആണ് ഡിറ്റർമിനന്റ് ഓഫ് A. ഇനി ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഏതാ, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് സ്വാപ്പ് ചെയ്തിട്ടുണ്ടാവണം, മറ്റേതെന്താവണം, നെഗറ്റീവ് വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇതാണ് ഓപ്ഷൻ, D ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ട്രിക്ക് ഓർത്ത് വെച്ചോളൂ. ABCD ആണെങ്കിൽ A ഇൻവേഴ്സ് പറഞ്ഞാൽ 1/AD - BC. പ്രിൻസിപ്പൽ ഡയഗണൽസ് സ്വാപ്പ് ചെയ്ത് മറ്റേത് നെഗറ്റീവ് ആക്കി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The system of equations x plus y plus 2z is equal to 4, 3x plus 3y plus 6z is equal to 17, 5x minus 3y plus 2z is equal to 27 has
നോ സൊല്യൂഷൻ, ഫൈനറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, യുണീക്ക് ആൻഡ് ട്രിവിയൽ സൊല്യൂഷൻ, യുണീക്ക് ആൻഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻ. അങ്ങനെ പല പല ഓപ്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ സൊല്യൂഷൻ ഉണ്ടോ ചെക്ക് ചെയ്യാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ആദ്യം കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിച്ചിട്ട് അത് നോൺ സീറോ ആണെങ്കിൽ ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും പാരലൽ ലൈൻസ് ഉണ്ടോ, പാരലൽ ലൈൻസ് ഉണ്ടോ നോക്കുക. അതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. ആ കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടു. അപ്പോൾ ഇതിൽ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്, ഈ എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 4ഉം 3x + 3y + 6z = 17ഉം പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇത് രണ്ടും ആക്ച്വലി പാരലൽ ലൈൻസാണ്. കാരണം എന്താ, എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 4ഉം രണ്ടാമത് തന്നിരിക്കുന്ന സാധനം എക്സ് പ്ലസ് ലൈനല്ല പ്ലെയിൻ കേട്ടോ, എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 17/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി ഇത് രണ്ടും എന്താണ്, പാരലൽ പ്ലെയിൻസ്. അപ്പോൾ തന്നെ മനസ്സിലായി എന്താണ്, കോമൺ പോയിന്റ് ഒന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി, ഈ രണ്ട് ഇക്വേഷനിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് കണ്ടോ. ഒരാൾ പറയണ എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 4, വേറെ ആൾ പറയണ എക്സ് പ്ലസ് വൈ പ്ലസ് 2z = 17/3. ഇത് രണ്ടും കൺസിസ്റ്റൻ്റ് അല്ല, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ലക്കിലി ഫോർ us അത് പെട്ടെന്ന് ഉത്തരം കിട്ടി എന്താണ്, ദർ ഇസ് നോ സൊല്യൂഷൻ. ഓക്കെ, ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഓഫ് എയും മറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് മനസ്സിലായി ഈ ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് തന്നെ കോൺട്രാഡിക്റ്റിംഗ് ആണ് കണ്ടോ. ഫസ്റ്റ് രണ്ട് ഇക്വേഷൻസ് തന്നെ കോൺട്രാഡിക്റ്റിംഗ് ആണ്, ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സ്മോളസ്റ്റ് പ്രൈം നമ്പർ സാറ്റിസ്ഫൈങ് ദ ഇനീക്വാളിറ്റി 2n - 3/3 > n - 1/6 + 1. അത് കുഴപ്പമില്ല, അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല. അപ്പോൾ നമുക്ക് 2n - 3/3 > LCM എടുക്കാം, n - 1 + 6/6 എന്ന് എഴുതിയാൽ. അപ്പോൾ ഇവിടെ 3ഉം 6ഉം ക്യാൻസൽ ചെയ്തു. ശ്രദ്ധിക്കണം, ഇനീക്വാളിറ്റിയിൽ ക്യാൻസൽ ചെയ്യുന്നത് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നെഗറ്റീവ് നമ്പർ ക്യാൻസൽ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം, സൈൻ സ്വാപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ 2 കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4n - 6 > n + 5. അപ്പോൾ 3n > 11 എന്ന് കിട്ടും. n > 11/3. നോക്കിയേ, നമ്മുടെ കണക്കൊന്നും തെറ്റിയിട്ടില്ലല്ലോ. 4n - 6 > n + 5, 3n > 11, n > 11/3. അപ്പോൾ n > 11/3 എന്ന് പറയുമ്പോൾ 11/3 ഓൺവേർഡ്സ് ഉള്ള എല്ലാ നമ്പേഴ്സും പോസിബിൾ ആണ്. 11/3 എന്ന് പറയുമ്പോൾ എത്ര വേണം, 3 point something, 4, 5, 6 അങ്ങനത്തെ എല്ലാ ഹോൾ നമ്പേഴ്സും ഒക്കെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ലീസ്റ്റ് പ്രൈം നമ്പർ ഏതാ, 5 ആണ്. ലീസ്റ്റ് പ്രൈം നമ്പർ അതിൽ 5 ആണ്. നെക്സ്റ്റ് ചോദ്യം. The number of integers satisfying the inequality modulus of n square minus 100 less than 50 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തൊട്ട് മുമ്പത്തെ തന്നെ ആൻസർ ഞാൻ നോക്കട്ടെ. ആൻസർ കീ തന്നിരിക്കുന്നത് 36 നോക്കിയില്ലല്ലോ നമ്മൾ. 36 ആൻസർ കീ തന്നിരിക്കുന്നത് C ആണ്. C എന്ന് കിട്ടിയാൽ നമുക്ക് 37. The number of integers satisfying the inequality. അപ്പോൾ ഒരു വിഷമമില്ല. മോഡുലസ് ഓഫ് സംതിങ് ഇസ് ലെസ് ദാൻ 50 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ സംതിങ് -50ക്കും 50ക്കും ഇടയിലാണ്. -50ക്കും 50ക്കും ഇടയിലാണ്. അതായത് മോഡുലസ് ഓഫ് സം ക്വാണ്ടിറ്റി ബിറ്റ്വീൻ ലെസ് ദാൻ 50 എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ നമ്പർ 0നും 50ക്കും ഇടയിൽ, അല്ലെങ്കിൽ -50ക്കും 0നും ഇടയിൽ. ഓക്കെ, അപ്പം -50 ലെസ് ദാൻ n² - 100 ലെസ് ദാൻ 50. അപ്പം n² ലൈസ് ബിറ്റ്വീൻ ഇവിടെ എത്ര, 50ക്കും 150ക്കും ഇടയിൽ. n² ലെസ് ദാൻ 50ക്കും 150യുടെ ഇടയിലാണ് n². അപ്പോൾ n-ന് എടുക്കാവുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. 49 കഴിഞ്ഞു, 8 ഉണ്ടാവും, 9 ഉണ്ടാവും, 10 ഉണ്ടാവും, 11 ഉണ്ടാവും, 12 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഇൻറ്റീജേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നെഗറ്റീവ് ഇൻറ്റീജേഴ്സും പോസിബിൾ ആണ്. അപ്പോൾ -8, -9, -10, -11, -12. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റും കേട്ടോ. നമുക്ക് ആൻസർ കിട്ടിയത് E ആണ്, അത് കറക്റ്റ് ആൻസറാണ്. ശ്രദ്ധിച്ചില്ല, നെഗറ്റീവ് മാത്രമേ എഴുതിയുള്ളെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഫസ്റ്റത്തെ ആൻസർ കൊണ്ടുപോയി മാർക്ക് ചെയ്യും. ഓക്കെ,
the solution set of the rational inequality x plus 9 by x minus 6 less than or equal to 0. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാത്ത കാരണം എന്താണെന്ന് അറിയോ? ഡിനോമിനേറ്ററിൽ നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റിയാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയില്ല. പോസിറ്റീവ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നെഗറ്റീവ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സൈൻ മാറ്റാം. ഇവിടെ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞേ നോക്കാം. -2/-7 ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഈ സാധനം. നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് പറയുമ്പോൾ എന്താണ്? -2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ തെറ്റിപ്പോയില്ലേ? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. പകരം ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മളെടുത്ത് ആരെങ്കിലും a/b ലെസ് ദാൻ 0 എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. a/b ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും രണ്ട് സൈഡ് b കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യണേ. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് a ലെസ് ദാൻ 0 എന്ന് കിട്ടണത്. അത് തെറ്റാണ്. a ലെസ് ദാൻ 0 ആണെന്ന് നിർബന്ധമില്ല എന്ന് പറയണത്. പകരം നമ്മൾ എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയോ? a/b ലെസ് ദാൻ 0 എന്ന് ആരെങ്കിലും തന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണോ? ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാതെ പകരം ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പറിന്റെ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? സൈന് വ്യത്യാസം വരില്ല. അപ്പോൾ b² കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് അറിയോ? a/b ലെസ് ദാൻ 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. a/b ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം a/b ലെസ് ദാൻ 0 എന്നാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ വേറെ വഴിയുണ്ട്. എന്താണെന്നറിയോ? a/b ലെസ് ദാൻ 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് എന്നാ. a പോസിറ്റീവ് b നെഗറ്റീവ്, അല്ലെങ്കിൽ a നെഗറ്റീവ് b പോസിറ്റീവ്. എന്ത് വന്നാലും ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പ്രോഡക്റ്റ് നെഗറ്റീവ്. അത് തന്നെയാണ് ഇത് പറയണത് കേട്ടോ. പ്രോഡക്റ്റ് നെഗറ്റീവ്, അതാണ് ഈ കണ്ടീഷൻ പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പ് ഉടനെ എഴുതി വെക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ? x ≠ 6. അത് മറക്കരുത് കേട്ടോ. കാരണം ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഉടനെ എഴുതി വെക്കണം. x ≠ 6 എന്ന് ആദ്യമേ എഴുതി വെക്കുക. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ x + 9 by x minus 6 less than or equal to 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? This implies x plus 9 into x minus 6 less than or equal to 9. ഇനി ഇത് ഇനീക്വാളിറ്റി നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തത്? ലോജിക്ക് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനീക്വാളിറ്റിക്ക് പകരം ഈക്വാലിറ്റി ആയിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? x -9 x 6 ആണ്. കാരണം എന്താണെന്നറിയോ? ഇതൊരു പരാബോളയാണ്. ആ പരാബോള ഓപ്പണിങ് അപ്വേർഡ്സ് ആണ്. അത് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എന്ത്? -9ഉം 6ഉം. x + 9 × x - 6 എന്ന് പറഞ്ഞ പരാബോളയാണ് ഇത്. അപ്പോൾ അത് എക്സ് ആക്സിസിന് ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? y വാല്യൂ 0 ആവാം. ഇതിനെ y എന്ന് വിളിച്ചാൽ സപ്പോസ് ഇതാണ് നമ്മുടെ പരാബോള. y = x + 9 × x - 6 കേട്ടോ. അപ്പോൾ y = 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? y = 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? y = ഇതും പിന്നെ എക്സ് ആക്സിസും. എക്സ് ആക്സിസ് ആണ് y = 0. എക്സ് ആക്സിസ് ആണ് y = 0. അപ്പോൾ ഇത് = 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? y = ഇതും y = 0യും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, y = 0 പറയുന്നത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, y = x + 9 × x - 6 ഈ ഗ്രാഫാണ്. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്ത്? ഈ x + 9 × x - 6 = 0 ആവുക. അത് -9ഉം 6ഉം ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ടാണത്. പകരം ഇവർ പറയുന്നത് ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്നത് എവിടെയാണ്? -9ലും 6ലും 0 ആവുന്നുണ്ട്. -9ൻ്റെ ഇപ്പുറത്തേക്ക് അത് പോസിറ്റീവ് ആവുന്നുണ്ട്. ഇപ്പുറത്ത് പോസിറ്റീവ്, ഇവിടെയാണ് അത് നെഗറ്റീവ് ആണ്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ -9നും 6നും ഇടയിലാണ്. -9നും
6നും ഇടയിലാണ് ഇതിൻ്റെ അർത്ഥം. -9നും 6നും ഇടയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഈക്വാലിറ്റി ഉള്ളതുകൊണ്ട്. ഇതല്ലാതെ വേറൊരു വഴിയും കൂടി പറയാം. എന്താണെന്നറിയോ? നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈൻ വരച്ചിട്ട് നമ്മൾ -9നും 6ഉം മാർക്ക് ചെയ്യാം. -9നും 6ഉം മാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇനീക്വാലിറ്റിക്ക് പകരം ഈക്വാലിറ്റി ആയിരുന്നെങ്കിൽ എടുക്കാവുന്ന പോയിന്റ്സ് ആണ് എന്താണ്? -9നും 6ഉം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? -9നും 6ഉം അതിൽ മാർക്ക് ചെയ്തു. ഇനി ഈക്വാലിറ്റി മാറി ഇനീക്വാലിറ്റി വരുമ്പോൾ എന്താ സംഭവിക്കാൻ പോണേ? അവിടെയാണ് ഈ സംഭവത്തിൻ്റെ സൈൻ മാറുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് നമ്പർ ലൈനിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഏതാ? -∞ മുതൽ -9 വരെ, -9 മുതൽ 6 വരെ, പിന്നെ 6 മുതൽ ഇൻഫിനിറ്റി വരെ. അങ്ങനെ 3ആയിട്ടത് ഡിവൈഡ് ചെയ്യാൻ പോകണം. അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണ സാധനം. യെസ്, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ ഇൻ്റർവെല്ലും നമ്മൾ പരിശോധിക്കാൻ പോവാണ്. ആദ്യത്തെ ഇൻ്റർവെല്ല് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു നമ്പർ കൊടുത്തു നോക്കാം നമുക്ക്. -10 ഫോർ എക്സാമ്പിൾ. -10 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു നമ്പർ ആണല്ലോ. -10 കൊടുക്കുമ്പോൾ എന്താണ്? ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് <0 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ ഇല്ല. ഇതിൻ്റെ ഇടയിലത്തെ ഒരു നമ്പർ കൊടുത്തു നോക്കാം. -9നും 6നും ഇടയിലുള്ള ഒരു നമ്പർ 0 കൊടുത്തു നോക്കുക. 0 കൊടുത്തു നോക്കുമ്പോൾ എന്താണ്? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് <0 ട്രൂ ആണ്. യെസ്. 6ൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു നമ്പർ കൊടുത്തു നോക്കുക. 7 കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ഇതും പോസിറ്റീവ്. പ്രോഡക്റ്റ് നെഗറ്റീവ് ആണോ? അല്ല. അപ്പോൾ അതില്ല. അപ്പോൾ കിട്ടി. കണ്ടോ? -9 മുതൽ 6 വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, 6ന് നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ -9 മുതൽ 6 വരെ, പക്ഷേ 6ന് എന്താക്കിയിട്ടുണ്ട്? ഇല്ലാത്തത്. അപ്പോൾ 38ൻ്റെ ആൻസർ ഡോഗാണ് വരേണ്ടത്. 38 ഡോഗ്. ഡോഗ് ഇസ് ദി ആൻസർ. Dog is the answer. 38ന്റെ ആൻസർ ഡോഗ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ആർ സ്റ്റേറ്റ്മെന്റ്സ്? അത് മാത്തമാറ്റിക്കൽ ലോജിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാണ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 is less than 5. ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതെന്തല്ല, ട്രൂ അല്ല എന്ന് മാത്രം കേട്ടോ. ദിസ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. ഓൾ റാഷണൽ നമ്പേഴ്സ് ആർ റിയൽ നമ്പേഴ്സ്. യെസ്, ദാറ്റ് ഈസ് ഓൾസോ സ്റ്റേറ്റ്മെന്റ്. ടുഡേ ഈസ് എ സണ്ണി ഡേ. ടുഡേ എന്ന് പറയുമ്പോൾ ഏത് ഡേ? അതെന്തല്ല, മാത്തമാറ്റിക്കലി വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പോൾ 3 എന്തല്ല, മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. 1ഉം 2ഉം മാത്രം. 39 ആൻസർ കീ ഇസ് ബോക്സ്. യെസ്, കറക്റ്റ്. ബോക്സ് ആണ് ഉത്തരം. 40 നോക്കാം നമുക്ക്. 40. The value of theta with the 0 less than theta less than or equal to 90 degree. ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള തീറ്റ എടുക്കണം. ആൻഡ് sin square theta plus 2 cos square theta is equal to 7/4 is equal to. അത് വിഷമമില്ല. sin square theta plus 2 cos square theta എന്ന് പറയുമ്പോൾ എന്താണ്? അതിനെ sin square theta plus ഒരു cos square theta പിന്നെ ഒരു cos square theta is equal to 7/4. ഇതെന്തായി മാറി? 1 ആയിപ്പോയി. അപ്പോൾ cos square theta എന്തായി മാറി? 7/4 minus 1 3/4. അപ്പോൾ cos theta എന്തായി മാറി? പ്ലസ് ഓർ മൈനസ് √3/2. അപ്പോൾ 0 to 90 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്ലസ് ഓർ മൈനസ് എടുക്കാൻ പറ്റില്ല. പ്ലസ് √3/2 അത് എത്രയാണ് വരാൻ പോകുന്നത്? cos 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി. 40 ആൻസർ ഇസ് ബോക്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്. സീ യു.